നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടം രാശി. ഇവിടെ 3 കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ടുണ്ട്. അതായത് നമുക്ക് ആവശ്യകതയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ലോണുകൾ, വായ്പകൾ, ആ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. 2, വസ്തു സംബന്ധമായിട്ടുള്ള വസ്തു സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ള പുരയിട സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വില്ലേജ് ഓഫീസോ താലൂക്ക് ഓഫീസോ ബന്ധപ്പെട്ട് കിട്ടേണ്ടതായിട്ടുള്ള പേപ്പറുകൾ, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പട്ടയം, കരമൊടുക്കുന്നതിൻ്റെ ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള പല തരത്തിലുള്ള പേപ്പറുകൾ, ബിൽഡിങ്ങിൻ്റെ അനുമതി, അതിൻ്റെ TC നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറി നമുക്ക് അനുകൂലമായിട്ട് കിട്ടാനും മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. അതോടൊപ്പം തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് കിട്ടേണ്ട ന്യായമായിട്ടുള്ള കുടിശ്ശിക, PF, പെൻഷന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കറക്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഗുണകരമായിട്ട് വരാനും അതാത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അല്ലെങ്കിൽ അതാത് സെക്ഷനിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ദൈവാധീനം അനുകൂലമാണ്. ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ സ്പീഡപ്പാകാൻ ദൈവാനുകൂല്യത്തിന് വേണ്ടിയിട്ട് താല്പര്യവിശ്വാസമുള്ളവർക്ക് ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും കൊടുക്കുന്നത് ഉചിതമാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരത്തര, ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ നല്ല രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് +2 മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് വരണം. കോൺഫിഡൻസ് ഇല്ലായ്മ പല ഘട്ടത്തിലും നമ്മളെ വലിക്കുന്നുണ്ട്. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഉറച്ച വിശ്വാസം, എന്നെക്കൊണ്ടത് പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ മാറുക, അത്ര തന്നെ. ഇവിടെ ടെൻഷൻ അല്ലെങ്കിൽ സംശയം, ചില ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശവും ഉപദേശവും കാരണം ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, ഇതൊക്കെ സ്വാധീനിക്കാം നമ്മളെ ലൈഫിനെ, നമ്മളെ പഠനത്തെ. ഇവിടെ എൻട്രൻസ്, നീറ്റ്, മറ്റു കാര്യങ്ങളിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പോലും ഇത് സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിനെ തളർത്തും. അപ്പോൾ അവിടെ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഡെസ്റ്റിനിയിലേക്കുള്ള യാത്രയിലേക്കുള്ള ഡ്രീമിലേക്കുള്ള പ്രയാണത്തിൽ തടസ്സം വരാൻ പാടില്ല. ശ്രീവിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ഗുണകരമായിട്ട് വരുന്ന സമയമാണ്. 2, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡോക്ടറേറ്റ്, അതോടൊപ്പം ഫെലോഷിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. ഗുണകരമായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ടെസ്റ്റ് എഴുതി കാര്യങ്ങൾ, പ്രമോഷന്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. മെഡിസിൻ മേഖലയിൽ, ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കുറച്ച് ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാറി പുതിയ കമ്പനികളുമായിട്ടുള്ള ടൈഅപ്പും കാര്യങ്ങളും വന്ന് നമ്മുടെ ജോലിയിൽ, സാമ്പത്തിക കാര്യത്തിൽ മെച്ചം ഉണ്ടാകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ ഓപ്പർച്യൂണിറ്റി പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമുക്കുള്ളതാണെന്ന് തിരിച്ചറിയണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്താവിന്, അയ്യപ്പ ഭഗവാന് ചെയ്യുന്നത് ഉചിതമാണ്. തടസ്സങ്ങൾ, മന്ദതകൾ,
അതൊക്കെ മാറി ശരിയായ ദിശാബോധത്തോടു കൂടി പോകാൻ സഹായം. എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച ചെയ്യുന്നത് ഉചിതമാണ്. മകയിരത്തര, തിരുവാതിര, പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി. ഗൃഹസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ നമ്മളെ വീട്ടിനകത്ത് പലതരത്തിലുള്ള നെഗറ്റീവ് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്ന വേളകളിൽ ശരിയായുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. കുട്ടികളുടെ പഠിത്തം ശരിയാകുന്നില്ല, എല്ലാം ബൈഹാർഡാണ്, പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഉദ്ദേശിക്കുന്ന ഗ്രോത്ത് ഗ്രാഫിൽ കാണുന്നില്ല. പിന്നെയോ അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് എത്തുന്നില്ല എന്നുള്ളൊരു സങ്കടം. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ സഹായിച്ചതും നമുക്ക് ലഭിക്കേണ്ടതുമായിട്ടുള്ള സാമ്പത്തികങ്ങൾ കിട്ടാതെ വരുമ്പോഴത്തേക്ക് വരുന്ന ബഡ്ജറ്റ് അത് 15-ാം തീയതി 20-ാം തീയതി ആകുമ്പോൾ തന്നെ കൈവിട്ട് പോകുന്ന അവസ്ഥ, അധിക ചെലവെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെ ചൊല്ലിയുള്ള മാനസിക സംഘർഷങ്ങൾ, ഭക്ഷണശീലം കറക്റ്റാകാതെ വ്യായാമ കാര്യങ്ങൾ ശരിയായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ഹെൽത്ത് പ്രോബ്ലങ്ങൾ ചെറുതായിട്ടായിരുന്നാലും അങ്ങനെ കുടുംബ അന്തരീക്ഷത്തിലുണ്ടാകുന്ന കുറച്ച് നെഗറ്റീവ്സുകൾ മാറ്റിയെടുക്കേണ്ട സമയമാണ്. ഇവിടെ ഉപചാര ചതുർക്രിയ, കടലാടി, കടുക്, അമൃത്, എരുക്ക്, ഇത് ഒഴിഞ്ഞ് ഉപചാര സമർപ്പണ ക്രിയ ചെയ്ത് അത് ഒഴുക്കുക എന്നുള്ളതാണ് ഒരു ഭാഗത്തെ ആ നെഗറ്റീവ് പോകാനുള്ള വഴി. രണ്ടാമത്, ഗൃഹത്തിൽ തന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുന്നത് ഉചിതമാണ്. 8 ദ്രവ്യങ്ങൾ വിഘ്നേശ്വര ഭഗവാന് സമർപ്പിക്കുന്നത്, അഗ്നിയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതിനെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്ന് പറയും. അത് വിഘ്നങ്ങൾ മുതൽ 8 ദോഷങ്ങൾ ഹരിക്കണം. അതുപോലെ 8 ഐശ്വര്യഭാവങ്ങൾ നമുക്ക് കുടുംബത്തിൽ വന്നു ചേരണം. ഇതിന് പ്രാർത്ഥനയാണ് വളരെ വിശേഷം. ഇപ്പം ഗൃഹത്തിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അമ്പലത്തിൽ ചെയ്താലും മതി. അതിൻ്റേതായിട്ടുള്ള മാറ്റം പ്രത്യേകിച്ച് ഈ മേടം 10-നകത്ത് തന്നെ, ഏപ്രിൽ 24-നകത്ത് തന്നെ നമ്മുടെ ഗൃഹത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ട് പോസിറ്റീവായിട്ടുണ്ടാകും. പുണർദത്തിൽ കാല്, പൂയം, ആയില്യം, കർക്കിടക രാശി. കർക്കിടക രാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോഴത്തേക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചില വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹരണം മൂലം ഉണ്ടാകും. പ്രതീക്ഷിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് കിട്ടാതെ വരുന്ന സഹായം അല്ലെങ്കിൽ സിംപതി, സാമ്പത്തികമായിരുന്നാലും വേറെ കാര്യത്തിൽ ഹെൽപ്പായിരുന്നാലും ശരി തന്നെ, അത് ചില സമയത്ത് കിട്ടില്ല. പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. നമ്മളെ വളരെ വേദനിപ്പിക്കും മാനസികമായിട്ട് പ്രത്യേകിച്ച്. പിന്നെയോ കിട്ടേണ്ടുന്ന സാമ്പത്തിക കാര്യത്തിനെ ചൊല്ലിയിട്ടുള്ള തർക്ക വിതർക്കങ്ങളിൽപ്പെട്ട് അത് വ്യവഹാരത്തിലേക്ക് പോകേണ്ട സാഹചര്യവും വേണ്ടപ്പെട്ട ബന്ധങ്ങൾ അതുമൂലം ഉലയുന്ന സാഹചര്യം വന്നുകൂടായികയില്ല. അതോടൊപ്പം തന്നെ വായ്പാ തിരിച്ചടവ് മുടങ്ങി നോട്ടീസും കാര്യങ്ങളും നമ്മൾ നേരിടേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. അത് സ്വർണ്ണ വായ്പ ആയിരുന്നാലും സ്വർണ്ണപ്പണയത്തിൻ്റെ ആയിരുന്നാലും ഏത് കാര്യത്തിലായാലും വന്നുകൂടായില്ല. മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചലഞ്ചസ് വരും എന്നുള്ളതാണ് ചുരുക്കം. ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള മാറ്റം നമുക്ക് കൊണ്ടുവരും. ഈശ്വരാധീനത്താൽ അനുകൂലമായി വരും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഓരോരുത്തരെയും ബാധിക്കുന്ന സമയമാണ്. അതിൽ ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യം, ആക്സിഡൻറ്റ് മൂലം, വീഴ്ച മൂലം, പടിയിറങ്ങുമ്പോഴോ വണ്ടിയിൽ നിന്നോ ബാത്റൂമിലോ അങ്ങനെയുള്ള സാഹചര്യം, അതുമൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ, വാത, പിത്ത, കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന ദുരിത ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ ചില സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡ്, അതോടൊപ്പം തന്നെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള സാഹചര്യങ്ങൾ, നിൽക്കുന്ന സാഹചര്യങ്ങൾ വ്യക്തികൾക്ക്
അപ്പോൾ ഇതിനെല്ലാം നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മഹാമൃത്യുഞ്ജയ അർച്ചന ശിവഭഗവാന് 7 ദിവസമെങ്കിലും ചെയ്യുന്നത് വളരെ വിശേഷമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. അതോടൊപ്പം ഏതെങ്കിലും 1-2 വിഷയത്തിൽ, പ്രത്യേകിച്ച് ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അരിയർ വരാതിരിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കണം. ഏതെങ്കിലും 1-2 വിഷയങ്ങൾ ഏതാണെന്ന് അവരവർക്കേ അറിയാൻ പറ്റും. അപ്പം അത് വന്നുകൂടായികയില്ല. അവർ മുൻകരുതൽ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ അതിൽ ശ്രദ്ധ വരുത്തി ഒരു ഗ്രൂപ്പ് പഠനത്തിലേക്ക് കാര്യങ്ങൾ അവനവൻ ചിന്തിച്ച് ആ ഗ്രൂപ്പ് പഠനത്തിൽ കൂടി നമുക്ക് അത് പരിഹരിച്ച് അത് കവർ ചെയ്ത് മുന്നോട്ട് പോകാനും സക്സസ് ആകാനും പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗൃഹത്തിനകത്ത് ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അപവാദങ്ങളും അനൈക്യങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുക. മകന് അമ്മ പറയണ ഇഷ്ടപ്പെടില്ല, ഭർത്താവിന് കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യമാവുന്നില്ല, അമ്മയായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, കുടുംബ ഷെയർ പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലി അമ്മയുടെ താല്പര്യമൊന്ന് അച്ഛൻ്റെ താല്പര്യമൊന്ന്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതോടൊപ്പം വിവാഹ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയതിന് ശേഷം കുട്ടികൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പ്രത്യേകിച്ച് പെൺമക്കളുള്ളവരെ സംബന്ധിച്ചോളം. ഇതെല്ലാം ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വല്ലാതെ മാനസിക ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് 1 വർഷത്തെ ഒരു ടാർഗറ്റ് ഉദ്ദേശിച്ച് നമ്മൾ ഓവർ ടൈം ചെയ്യണം, വർക്ക് ചെയ്യണം, ബിസിനസ് ചെയ്യണം, പാർട്ട് ടൈം ആയിട്ടായിരുന്നാലും. അപ്പോൾ അതിനുള്ള വഴി തേടാൻ പറ്റിയ സമയമാണ്. ഇതിനുള്ള സാമ്പത്തികവും അല്ലെങ്കിൽ ഹെൽപ്പും അല്ലെങ്കിൽ ബാങ്ക് വായ്പയും കാര്യങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാനും ദൈവാധീനം കാണുന്നുണ്ട് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി. ഗൃഹത്തിൻ്റെ പോരായ്മകൾ, സ്ഥാപനത്തിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഈശ്വരാധീനം അനുകൂലമാണ്. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാൻ ഉചിതമായിട്ടുള്ള സമയമാണ്. ഒന്ന് വൃത്തിയാക്കി ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതോടൊപ്പം പാർട്ട്ണർഷിപ്പ് മേഖലയിൽ വർക്ക്, ബിസിനസ് ഇത് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളിൽ ശരിയായുള്ള തീരുമാനമെടുത്ത് പുതിയതായിട്ടുള്ള ബിസിനസ് മേഖലയിലേക്കും വർക്കിലേക്കും പുതുതായിട്ടുള്ളൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കും ദൈവാധീനം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉറച്ച മനസ്സായിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തേ പറ്റൂ. കാരണം നമ്മളും നമ്മളോടൊപ്പം നിൽക്കുന്ന പലരും ഇതുമൂലം ഒരു കര കാണണം, വഴി എത്തണം, നല്ല വഴിയിലേക്ക് എത്തി ഒരു സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്ന രീതിയിലേക്ക് വരാനുള്ള വർഷമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വിശാഖത്തിൽ കാലാലയം തൃക്കേട്ട വൃശ്ചിക രാശി. വിശാഖത്തേക്കാൾ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിശ്ചയദാർഢ്യത്തിൽ കൂടി നമ്മൾ പോകുമ്പോൾ ചില മീറ്റിങ്സ് അല്ലെങ്കിൽ ചില ഡിസ്കഷൻ നമുക്ക് നെഗറ്റീവായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം ഉണ്ടാകും. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു കഴിവുമില്ലാത്തവരെ കൊണ്ട് നമ്മുടെ മുന്നിലിരുത്തുക, നമ്മൾ ചെയ്തതിന് അംഗീകാരം തരാതെ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, ചില ഫോക്കസിൻ്റെ കളിക്ക് വഴങ്ങി നമ്മളെ പുകച്ച് പുറത്ത് ചാടിക്കുക, ഈ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നിരന്തരം നമ്മളെ വേട്ടയാടുന്ന സമയമാണ്. അപ്പോൾ ഇതിൽ ഏപ്രിൽ മെയ്യോടുകൂടി പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഷഫ്ലിങ് നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള യാഥാർത്ഥ്യം സത്യം നീതിബോധത്തോടുകൂടി ദൈവാധീനത്തോടു കൂടി കിട്ടാൻ യോഗമുണ്ട്. അതുവരെ നമ്മൾ പിടിച്ചു നിൽക്കണം. കളഞ്ഞിട്ട് പോകണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോ. അപ്പം അതിന് ദൈവാധീനം അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് ശിവഭഗവാന് ജലധാരാ പുഷ്പാഞ്ജലി 3 ദിവസം ചെയ്യുന്നത് ഉചിതമാണ്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല ഘടകമാണെന്ന് കാണുന്നുണ്ട്. തടസ്സങ്ങൾ മാറി.
അതിന് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും ടൂറിസ്റ്റ് വിസയായിരുന്നാലും ശരി തന്നെ വിദേശയാത്ര നമുക്ക് ഗുണപ്രദമായിട്ട് വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ഇനി വിസിറ്റിംഗ് എടുത്ത് ജോബ് തേടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. അത് ബിസിനസ് കാര്യത്തിനായിരുന്നാലും ശരി തന്നെ അനുകൂല സമയമാണ്. പോകാനുള്ളൊരു ഉറച്ച തീരുമാനം എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടത്. കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമുക്ക് മാർക്കിടുന്നത് നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ല. നീ ഇന്നത് പോയാൽ ശരിയാവും, അവിടെ പോകരുത്, ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നിരന്തരം വരും. ഇവിടെയാണ് നമ്മൾ കൺഫ്യൂഷനായി പോകുന്നത്. അവിടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് ഇറങ്ങുക, വിജയിക്കുക. ദൈവാധീനം അനുകൂലമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പണ്ടേ നമ്മളെയും വീട്ടുകാരെയും ഒരുതരം ബാധിക്കുന്ന സമയമാണ്. അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള വാശിവൈരാഗ്യം, ശത്രുദോഷവും ചൈവനദോഷമായിട്ട് മുമ്പ് ബാധിച്ചിട്ടുള്ളത് ഈ സമയദോഷത്തിൽ വീണ്ടും ആ നെഗറ്റീവ്സ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ഗൃഹത്തിൽ 2 തവണ രാഹുദൃഷ്ടി ഉണ്ടായി എന്നുള്ളതാണ്. അതായത് പാമ്പ് വന്ന് കയറിയിട്ട് അതൊന്നിനെ തല്ലിക്കൊന്ന ദോഷം. അത് പുറമേക്കുള്ളവർ ചെയ്താലും നമുക്ക് അതിൻ്റെ ശാപമുണ്ടാകും. ഇതിനെ രാഹു കേതു പൂജ നവഗ്രഹ സ്ഥാനത്ത് ചെയ്യൂ, നവഗ്രഹ ഉപചാരം ചെയ്യൂ, ആയില്യ പൂജ ചെയ്യൂ, നാഗപ്രീതി സമർപ്പണം നടത്തുകയോ ചെയ്യേണ്ടത് ശരിയായിട്ടുള്ള സമയമാണ്. ആ വക ദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തിലെയോ കുട്ടികളെയോ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ രാഹുകേതു പൂജ അല്ലെങ്കിൽ കാളഹസ്തി പോയി തൊഴുക, ഇതൊക്കെ വളരെ വിശേഷമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസൽ വരുമ്പം അശ്വതി, ഉത്രട്ടാതി, തൃക്കേട്ട, മകയിരം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസൽ ശരിയായിട്ടുള്ള പാപത്വ ചേർച്ച ഇല്ലെങ്കിൽ നടത്തിയാൽ അത് ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും. സന്താനഭാഗ്യം വരെ അത് ഡിലേ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം, അവിട്ടത്തര, മകരരാശി. ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ തൊഴിൽ മേഖലയിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്ന് നമുക്ക് ചില പരീക്ഷണങ്ങൾ, ചില ചോദ്യങ്ങൾ ആൻസറബിൾ ആകേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. അപ്പോൾ ഒരു സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ ദിശാബോധത്തോടു കൂടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് പൊളിറ്റിക്സ് ആയിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും ആ ഭാഗത്തു നിന്നുള്ള ശത്രുത ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികം. അപ്പോൾ ഇവിടെ തളരാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കാതെ കൊണ്ടുപോയി നമ്മുടെ ആവശ്യമാണ്. ഇവിടെ മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പുതുതായിട്ടുള്ള സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ അനുകൂലമായിട്ട് ദൈവാധീനം കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഇടപാടുകൾ നടക്കേണ്ടത്, തടസ്സപ്പെട്ട് നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി അത് ഡീലിങ്സ് ഉറപ്പിക്കാനും എഗ്രിമെൻറ്റിലേക്ക് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാലിനെ സംബന്ധിച്ചോളം കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു 2 കാര്യം കൂടി പറഞ്ഞേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കുടുംബ പരദേവതയ്ക്ക്, അതായത് കുലദൈവത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രം തെക്കത്, അത് മറന്നുകൊണ്ടുള്ളൊരു കളി നമുക്ക് ഭാവിയിൽ ദൂഷിച്ച് എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരും. അവിടെ ശരിയായുള്ള പ്രാർത്ഥനയും സമർപ്പണവും നമ്മുടെ പങ്ക് കൊടുക്കലും അവിടുത്തെ പ്രത്യേകിച്ച് വാർഷിക ഉത്സവ കാര്യങ്ങളിൽ സഹകരിക്കുകയും ചെയ്യേണ്ടുന്നത് നമുക്ക് മാത്രമല്ല നമ്മൾ മുഖാന്തരം നമ്മുടെ കുടുംബ അംഗങ്ങൾക്കും അവിടുത്തെ ഐശ്വര്യവും അനുഗ്രഹവും കിട്ടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കുടുംബമൂർത്തികളെ പ്രാർത്ഥിച്ച് ഉപചരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാലമാണ്.
രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ കഴിയുന്നതും ഒരു സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ മുൻകൈ എടുക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള സമയമാണ്. പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ ദൈവാധീനം കാണുന്നുണ്ട്. പ്രൊഫഷണൽ മേഖല, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ലോ അക്കാഡമി തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആ ലെവലിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില ചലഞ്ചസ് വരുമെങ്കിലും അതിനെ തരണം ചെയ്ത് ശരിയായിട്ടുള്ള ദിശാബോധത്തോട് തീരുമാനമെടുത്ത് കാര്യങ്ങൾ അനുകൂലമാക്കാൻ ദൈവാധീനം കാണുന്നുണ്ട്. ദിശാബോധത്തോടു കൂടിയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ സ്വാധീനിക്കാനും തളർത്താനും സാധ്യതയാണ്. അതിന് വഴിപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ആർജവത്വം നമ്മൾ നേടിയെടുക്കണം. ഇവിടെ ഉഗ്ര നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത്, സാമീപ്യം ഉണ്ടായിരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സൂര്യൻ്റെയും ശുക്രൻ്റെയും കാലഹോര തിരഞ്ഞെടുക്കുന്നത് പോകുന്ന കാര്യത്തിന് വിജയത്തിന് അനിവാര്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം പ്രേമ വിവാഹ ബന്ധങ്ങൾ ചില ചലഞ്ചസിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാരേജ് കാര്യങ്ങളിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം. കാരണം കുറേ ബന്ധങ്ങൾ നമുക്ക് അതുമൂലം നഷ്ടപ്പെടാനോ അകലാനോ പാടില്ല. അത്ര തന്നെയാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരെയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും നമസ്കാരം.